ഹലോ നമസ്കാരം. പത്തനംതിട്ട സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക്. അങ്ങനെ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം വേണ്ടെന്ന് തന്നെ മുത്തശ്ശൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പേരിലും പിന്നെയും തർക്കമാണ്. കനകയും ഗോവിന്ദനെയൊക്കെ ജാനകിയും അതുപോലെ ജലജയും അപമാനിച്ച് വിടുവാണ്. കാരണം നന്ദു കാരണമാണ് അനി ഈ വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കാതിരുന്നെന്നും ഇതിപ്പം മുടങ്ങാൻ കാരണവും നന്ദു ആണെന്നും ഒക്കെ അവർ പറയുകയാണ് കേട്ടോ. അതിനെ അപ്പം നയനെ അങ്ങ് എതിർക്കാണ്. അവസാനം ഗതി കെട്ടി ഇതെല്ലാം കേട്ട് കേട്ട് മടുത്ത് കഴിയുമ്പോൾ നയനയുടെ ആ നന്മ മരം, ആ മുഖഛായ, ആ മുഖം മൂടി അങ്ങ് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നയന തിരിച്ച് തന്നെ പറയുന്നുണ്ട് ജലജയോടും ജാനകിയോടും കേട്ടോ, എൻ്റെ അനുജത്തി നന്ദു കാരണമല്ല അനി വിവാഹം കഴിക്കാത്തത്. ഞങ്ങൾ പല രീതിയിലും ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അനിയെ നന്ദുവിനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിപ്പിക്കാമായിരുന്നു. മുത്തശ്ശൻ ആലോചനയായിട്ട് വരെ വന്നതാ, പക്ഷേ ഞങ്ങളത് സമ്മതിച്ചില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയായാലും ശരി, അനിയും നന്ദു ഒന്നിക്കുന്നെങ്കിൽ ഒന്നിച്ചോട്ടെ എന്നൊരു തീരുമാനം നയനെ എടുക്കുകയാണ്. ഒപ്പം ആദർശം. അങ്ങനെ അനിയും നന്ദുവും കൂടി ഒന്നിക്കുകയാണ് കേട്ടോ. ആദർശം നയനയും മുൻകൈയെടുത്ത് അവരുടെ വിവാഹം നടത്തുന്നുണ്ട്. അതിനുശേഷം തിരികെ അനന്തപുരിയിലേക്ക് നന്ദുവിനെയും കൊണ്ട് വരുമ്പോഴേക്കും ജാനകി ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ഇത് ഞാൻ സമ്മതിക്കില്ല, ഇവിടെ നന്ദുവിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ, അനിയും നന്ദു ഒന്നിച്ച് താമസിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്. നന്മമര മുഖശായൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് പറയാണ്, ഇനിയിപ്പം ഇളയമ്മ എന്തൊക്കെ ചെയ്താലും മരിച്ചാലും ജീവിച്ചാലും നന്ദു അനിയും കൂടെ ദേ ഇവിടെ തന്നെ താമസിക്കുമെന്ന് തീരുമാനം എടുക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഒരു 6,000 പേരുകൂടിയൊക്കെ മതി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശം നയനും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. വിവാഹ നിശ്ചയ ദിവസം തന്നെ ആ വിവാഹ നിശ്ചയം മുടങ്ങിയത് അവന്തികയ്ക്ക് ഒരുപാട് മനപ്രയാസമായിട്ടുണ്ടാവും. എനിക്കത് സന്തോഷമായിട്ടുണ്ടാവുള്ളൂ. അവൻ മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചതുമാണ്. അപ്പം നയന് പറയാം, ശരിയാ, അവന്തികയ്ക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടാവും, പാവം കുട്ടി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കതിന് താല്പര്യമില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ്. പക്ഷേ നന്ദുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കാനും പോകുന്നില്ല. ഇപ്പോഴും അപ്പച്ചിയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞത് കേട്ടില്ലേ, നന്ദുവിനെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും കൂടി പണിപ്പെടുന്നതാണെന്ന്. കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് അഷ്ടിക്ക് വകയില്ലാത്ത ഗോവിന്ദനും കനകയും കൂടി പറഞ്ഞു വിടുകയാണ് പെൺമക്കളെ എന്ന്. അങ്ങനെ ഒരു നാണക്കേട് കേൾക്കുന്നത് കൊണ്ട് ആദർശേട്ട ആദ്യം മുതലേ അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധത്തെ ഞാൻ എതിർത്തത്. അല്ലെങ്കിൽ അവർ പരസ്പരം ഇഷ്ടമായിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അത് നടക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം പറയാണ്, ശരിയാണ്, അവർ പരസ്പരം ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ബന്ധം നടക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യവും ഒരു പേരുദോഷവും ഉണ്ടാവുന്നത് കൊണ്ടല്ലേ നമ്മളെല്ലാം എതിർത്തത്. അപ്പം നയന പറയാം, ഇനിയിപ്പം ഞാൻ അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. അവരിഷ്ടമാണെങ്കിൽ അവരെന്തെങ്കിലും ഒന്നിച്ചു ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കും. എത്ര നാളെന്ന് വെച്ചാൽ ഇതെല്ലാം കേൾക്കുന്നത്. ആ കുട്ടികളുടെ മനസ്സ് നമ്മൾ കാണണ്ടേ. അപ്പോൾ ആദർശം പറയാം, ശരിയാ, അത് അങ്ങനെയൊക്കെ വരട്ടെ, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും എന്ന് പറയാണ് കേട്ടോ. അതേസമയം കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര ഒരു വിഷമമായി. കനകയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നല്ല വീട്ടിൽ ചെന്നിട്ട് ഗോവിന്ദനോട് പറയാം, ദേ ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, ഉടനെ തന്നെ നടത്തണം എന്ന് പറയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് നന്ദുവിനോട് കൂടി ചോദിക്കണ്ടേ. അവളോട് എന്ത് ചോദിക്കാനാ, ഒന്നും ചോദിക്കാനില്ല. പല പ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ടും ഒക്കെ ഉള്ള കാര്യമാണ്. അവൾക്ക് ഇനി ആ അനിയെ ഇഷ്ടമാണെങ്കിൽ പോലും അത് നടക്കാൻ പോകുന്നില്ല. ഇന്നും നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ട അപമാനം കണ്ടില്ലേ. എത്ര പ്രാവശ്യം ഇവളും അനിയുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാൻ വേണ്ടി ഇവളെ ഉപദേശിച്ചു, അവനെ ഉപദേശിച്ചു, മറ്റൊരു വിവാഹത്തിനായിട്ട് ചിന്തിച്ചു. എന്നിട്ടൊന്നും അതൊന്നും നടന്നില്ല. ഇന്നും അവരുടെ മുമ്പിൽ നാണം കിട്ടു. ആ അവന്തികയുമായിട്ടുള്ള നിശ്ചയം നടക്കുമല്ലോ എന്ന് വെച്ചാൽ സമാധാനിച്ച് ചെന്നതാ. പക്ഷേ അതും അങ്ങ് മുടങ്ങിപ്പോയി. അതിൻ്റെ കുറ്റവും നന്ദുമോൻ്റെ തലയിൽ എന്ന് പറയുമ്പോൾ നന്ദു പറയാം, അമ്മയൊന്നും മിണ്ടാതിരിക്കേ, അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതിന് അമ്മ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് എന്താ കാര്യം. എടി തുള്ളുവല്ല, എന്തായാലും ഇനി നല്ലൊരു ആലോചന വന്നാൽ അപ്പം തന്നെ നിന്റെ വിവാഹം നടത്തി വിടും. ഇനി അവരുടെ വായിൽ നിന്നൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല, കുറേ നാളായി തുടങ്ങിയിട്ട് എന്ന് പറയാം. അപ്പം നന്ദു പറയാം, അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, ഞാനിപ്പോൾ എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞതല്ലേ, ഞാൻ എൻ്റെ കരിയറിൽ ശ്രദ്ധിക്കല്ലേ. അപ്പം ഗോവിന്ദൻ പറയാം, മോളെ അതൊക്കെ നീ പറഞ്ഞതാ, പക്ഷേ ഈ കാര്യം ഇനി നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ ഒരുപാട് അപമാനം സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നല്ലൊരാലോചന വന്നാൽ അതങ്ങ് നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് നീ എതിര് പറയരുത് എന്ന് പറയാം. പിന്നെ നന്ദുവിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതേസമയം അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോഴേക്കും നമ്മുടെ നവീന് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറുകയാണ്.
എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങി, ഇനി നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അനി ഒരുങ്ങുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് നവീൻ പറയാണ്, മുത്തശ്ശ, അനന്തപുരി നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അറിഞ്ഞു, ആ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യമല്ലേ, അതൊരു മണ്ടത്തരമായിപ്പോയി അവർ കാണിച്ചത്. ആ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പേ ഇതിനായിട്ട് ഒരുങ്ങിത്തിരിക്കാൻ എന്തുകൊണ്ട് അനന്തപൂർത്തി ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നവീൻ പറയാ, അത് അവർ വിചാരിച്ചു അവരുടെ കുടുംബത്തിലെ കുട്ടി തന്നെയല്ലേ അവന്തിക, അതുകൊണ്ട് അവന്തികയ്ക്കും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന്, അതുകൊണ്ട് ഒരു വിവാഹ നിശ്ചയം നടത്തി വെക്കാമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാതെ ഇരുന്നതും എന്ന് പറയാം. നിനക്ക് നിയമം അറിയാവുന്നല്ലേ, നീയല്ലേ അനിയുടെ വക്കീല്, എന്നിട്ടും ഈ പൊട്ടത്തരം ചെയ്യിക്കണമായിരുന്നു. കണ്ടില്ലേ അവസാന നിമിഷം ആ അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തത്. നന്ദുവിൻ്റെ കയ്യിൽ പരാതി കിട്ടിയതുകൊണ്ട് അവൾ ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇല്ലെങ്കിൽ അവിടെ വന്ന് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി വന്നേനെ. മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങ് ഓടിക്കളിച്ചേനെ, സോഷ്യൽ മീഡിയയിലും എല്ലാം ഇതങ്ങ് പരന്നേനെ. ഏതായാലും അതുണ്ടായില്ല, അതിനാ നന്ദുവിനോട് തന്നെ നന്ദി പറയണമെന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ നവീന് കുറച്ചങ്ങ് സന്തോഷമാവുക. അപ്പോൾ നവീൻ മനസ്സിൽ പറയുക, ശരി, ഈ സമയം അവതരിപ്പിക്കാമെന്ന് പറയാം. മുത്തശ്ശ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി ആ നന്ദുവാണ്. ആ നന്ദുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തി തരണമെന്ന് മുത്തശ്ശനോട് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം, അത് നിൻ്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. ഇനി കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ പോയി ഞങ്ങൾ വിവാഹം ആലോചിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. അതിന് മുത്തശ്ശനും അമ്മയും കൂടി അവിടെ ചെല്ലണമെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശനും അമ്മയും കൂടി വീണ്ടും കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹാലോചനയായിട്ട് ചെല്ലുക. അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവുകയാണേ. വാ ആരാ നവീൻ മോൻ്റെ അച്ഛനും നവീൻ മോൻ്റെ മുത്തശ്ശനും അമ്മയും ആണോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കയറ്റി ഇരുത്തി ഒക്കുകയാണ് കനകയ്ക്ക്. അപ്പം മനസ്സിലുണ്ട് നവീൻ്റെ ഉള്ളിൽ നന്ദു ഉണ്ട്. അപ്പോൾ ഈ വിവാഹം എങ്ങനെയെങ്കിലും ഈ സമയത്തങ്ങ് നടത്തി വിടുവാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ എന്നുള്ള ഒരു ചിന്ത കനകയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർ ചെന്നിട്ട് പറയാം, ഞങ്ങൾ വേറൊന്നിനുമല്ല വന്നത്, ഞങ്ങളുടെ മോൻ്റെ ഒരിഷ്ടം അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പം കനക ചോദിക്കുക, എന്താ? അതെ, ഇവിടുത്തെ നന്ദുവിന് നവീന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഒരുപാട് വിവാഹാലോചനകളൊക്കെ വന്നു, ഒന്നും അവന് താല്പര്യമില്ല. പ്രായം കൂടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ അവൻ്റെ അമ്മയ്ക്കും പോലീസുകാരെയും വക്കീലന്മാരെയും ഒന്നും വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുചെല്ലുന്നതിനോട് താല്പര്യമില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ മതിയെന്നാണ് ഇവളുടെ അഭിപ്രായവും. അപ്പോഴേക്കും നവീൻ്റെ അമ്മയും പറയാം, ശരിയാ, അതാ എൻ്റെ അഭിപ്രായം. എൻ്റെ സങ്കല്പത്തിലെ മരുമോൾ അങ്ങനെയാണ്. എപ്പോഴും ജോലി തിരക്കുമായിട്ട് നടക്കുന്ന തൻ്റേടികളായ പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടമില്ല. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ മനസ്സിൽ ഇവിടുത്തെ നന്ദുവാണെങ്കിൽ ഒരു എസ്ഐയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അവൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലാതെ മറ്റൊന്നും അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്നാ വന്ന് വിവാഹാലോചന നടത്താമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾക്ക് കൂടി താല്പര്യം ഉണ്ടെങ്കിൽ മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശനും പറയാണ്, ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. അപ്പോൾ കനക പറയാണ്, അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. നവീൻ മോനും ഇവിടുത്തെ നന്ദു മോളും തമ്മിൽ നല്ല ഫ്രണ്ട്സാ. ഇടയ്ക്ക് നവീൻ മോൻ ഇവിടെ വരാറുമുണ്ട്. അങ്ങനെയുള്ളപ്പം അവർ തമ്മിൽ മാനസികമായിട്ട് ഒരു ഐക്യമൊക്കെ ഉണ്ടായിരിക്കും, പരിചയക്കുറവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഗോവിന്ദനും പറയാം, അത് ശരിയാ, നന്ദു ആണെങ്കിൽ ഒരു എസ്ഐ, നവീനാണെങ്കിൽ ഒരു ക്രിമിനൽ വക്കീൽ, രണ്ടുപേരുടെയും പ്രൊഫഷൻ തമ്മിൽ നല്ല ചേർച്ചയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിൽ അങ്ങ് പോയിക്കോളും. പിന്നെ നാളും ജാതകമൊക്കെ. അപ്പം നവീൻ്റെ മുത്തശ്ശൻ പറയാം, അതൊക്കെ ഞങ്ങൾ നോക്കി, നാളും ജാതകമൊക്കെ അത്യാവശ്യം ചേരുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ കൂടുതൽ വേണ്ടത് മനപ്പൊരുത്തമല്ലേ, അവർ തമ്മിൽ അതുണ്ടെന്നാണ് തോന്നുന്നത്. നവീൻ മോൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവിനും അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ കനക പറയാം, പിന്നെ അങ്ങനെ ആയിരിക്കും, അവർ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര ഒരു ഐക്യമുണ്ട്. ഇവിടെ വരുമ്പം കാണാം കുട്ടികളുടെ സ്നേഹമൊക്കെ, മാനസികമായിട്ട് അവർ നല്ല അടുപ്പത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം. അപ്പം നന്ദുവിനോട് ചോദിക്കണ്ടേ എന്ന് ചോദിക്കാം മുത്തശ്ശൻ. അപ്പോൾ പറയാം, അതൊന്നും വേണമെന്നേ, ഞങ്ങൾ പറയുന്ന ഏത് ആലോചനയ്ക്കും അവൾ സമ്മതിക്കും. അല്ലെങ്കിലും അവൾക്കൊരു നല്ല ആലോചന വന്നാൽ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അവളുടെ 2 ചേച്ചിമാരും അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ച് പോയിട്ട് കുറച്ച് നാളൊക്കെ ആയില്ലേ. ഇനിയിപ്പം നന്ദുവും കൂടിയേ ഉള്ളൂ. ഇവിടെ ഗോവിന്ദേട്ടനാണെങ്കിൽ വയ്യാതെയൊക്കെ ഇരിക്കല്ലേ. അതുകൊണ്ട് മോളുടെ വിവാഹം കൂടി നേരത്തെ കാണണമെന്ന് ഗോവിന്ദേട്ടന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ശരി, എന്നാൽ കുട്ടികൾ ഇനി പരസ്പരം കാണേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ കനക പറയും, എന്തിന്, അവർ ഡെയിലി ഫോൺ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നവരല്ലേ, ഇനിയും എന്ത് കണ്ട് സംസാരിക്കാനാണെന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളും വിവാഹ നിശ്ചയത്തെക്കുറിച്ചൊക്കെ അത് കഴിഞ്ഞ് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇത് നല്ലൊരു അവസരമാണ്, നവീനുമായിട്ട് നല്ല ബന്ധമാണ് വന്നിരിക്കുന്നത്, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്, അതും ഒരു ക്രിമിനൽ വക്കീൽ, നന്ദു മോൻ്റെ പ്രൊഫഷനുമായിട്ട് ചേരും, എന്തുകൊണ്ടും അവർ ചേരും, അവർ നല്ല ഫ്രണ്ട്സുമാണ്.
അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് നടത്തിവിടാം. ആ അനന്തപുരിക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം എന്ന് പറയാം. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവൾക്ക് സമ്മതമായിരിക്കും. എന്താ ഗോവിന്ദേട്ട ഈ പറയുന്നത്? ഗോവിന്ദേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ അനിയാണെന്നാണോ? അല്ല, എന്നാലും അവളോടൊന്ന് ചോദിക്കാതെ നമ്മൾ വാക്ക് കൊടുത്തത് ശരിയാണോ? അതിലൊരു ശരികേടുമില്ല. നമ്മൾ പറയുന്ന അവളങ്ങ് അനുസരിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുക കനക. അങ്ങനെ നന്ദു നന്ദുവിനോട് പറയുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ. അപ്പം നന്ദു പറയുന്നുണ്ട്, വേണ്ട, എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട. അത് നവീനേട്ടനുമായിട്ടോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നവീനേട്ടനും ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു അടുപ്പമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്ന് പറയുമ്പം കനക പറയാ, നീ പോടി, നവീൻ്റെ മനസ്സിൽ നീയാ ഉള്ളത്. അവൻ തന്നെ ആലോചനയായിട്ട് അവൻ്റെ മുത്തച്ഛനെയും അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവൻ്റെ മനസ്സിലുള്ള ആ പോലീസുകാരിയെ അത് നീയാണെന്ന്, മറ്റാരും അല്ലെന്ന് നിനക്ക് മനസ്സിലായോ? ഇനിയിപ്പം നീ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നാളുകൾ തമ്മിലൊക്കെ ചേരുന്നുണ്ട്. നല്ലൊരു കുടുംബത്തിലെ ആലോചനയാണ് വരുന്നത്. പിന്നെ നീ അടങ്ങി ഒതുങ്ങി നിന്നോണം. ഈ കാര്യത്തിൽ നിന്റെ സമ്മതം ഇനി ഞങ്ങൾക്ക് വേണ്ട. പലപ്പോഴും ഇങ്ങനെ പലതും മുടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അനിയെ ഇനി മനസ്സിൽ കൊണ്ട് നടക്കാനാണെങ്കിൽ പറ്റില്ല. കഴിഞ്ഞ ദിവസം അനന്തപുരിയിലുണ്ടായ കാര്യത്തെക്കുറിച്ചൊക്കെ നിനക്കറിയാലോ. അവിടെ നിന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതുകൊണ്ട് നീയും അനിയും തമ്മിലുള്ള വിവാഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതിന് പകരം നവീനുമായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ നടത്തും എന്ന് പറയാണ്. അപ്പോൾ അങ്ങ് നന്ദു എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്ത് പോവുക. ആ സമയത്ത് നന്ദുവിന് ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. നവീൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്നൊക്കെ വീണ്ടും നന്ദു റൂമിൽ പോയിരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ആദർശിനെ നയനെയൊക്കെ വിളിച്ച് വരുത്തുക കനകയും ഗോവിന്ദനും കൂടെ. എന്നിട്ട് നവീനുമായിട്ട് നന്ദുവിനുള്ള വിവാഹാലോചനയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാ, നല്ല ആലോചന തന്നെയാണ്. നവീനാണെങ്കിൽ നല്ലൊരു പയ്യനും നല്ല കുടുംബമൊക്കെയാണ്. അതുകൊണ്ട് നന്ദുമോന് ചേരും. അവർ പ്രൊഫഷനും അങ്ങനെ തന്നെ ആയതുകൊണ്ടേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുക. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, നവീനെ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ടേ അറിയാം, നല്ല ചെറുപ്പക്കാരനാണ്, ഒരു പ്രശ്നമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഇത് ആലോചിക്കാമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും കൂടി അതങ്ങ് ആലോചിക്കുക. അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനോടും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശന് പറയുന്നുണ്ട്, നല്ല ആലോചനയാണ്, നവീൻ മോനും നന്ദുമോളും കൂടെ ഒന്നിക്കുന്നത് നല്ല കാര്യമാണെന്ന് പറയുക. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇതങ്ങ് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അനിക്കങ്ങ് വിഷമം വന്നിട്ട് വയ്യ. കാരണം നവീൻ ഇങ്ങനെ ചതിക്കായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അനി നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നന്ദു എന്താ ഇത്, നവീൻ ഇങ്ങനെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പണി തരുമെന്ന് നമ്മൾ ഓർത്തില്ല. നമ്മൾ രണ്ടും കൂടി ഇഷ്ടമാണെന്നുള്ള കാര്യം നവീൻ അറിയാം. എന്നിട്ടും നിന്റെ വീട്ടിൽ വിവാഹാലോചനയുമായിട്ട് അവൻ വന്നില്ലേ, ഈ കല്യാണം ഉറപ്പിച്ചില്ലേ, അവൻ എന്ത് ചതിയെ ചെയ്തേന്ന് പറയാം. നന്ദുവും പറയും, എനിക്കിതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അന്നും നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴേക്കും അച്ഛനും അമ്മയും അപമാനിക്കപ്പെട്ടു എന്നും പറഞ്ഞ് അവരിത് നടത്താനായിട്ട് തുനിയുന്നത്. അല്ലാതെ ഒന്നും അല്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണീ? ഇതിന് സമ്മതിക്കല്ലാതെ. ആദർശേട്ടനും നയനേച്ചിയും അതുപോലെ അനന്തപുരിയിലുള്ളവരെല്ലാവരും മുത്തച്ഛനും എല്ലാവരും അംഗീകരിച്ച സ്ഥിതിക്ക് ഇത് തന്നെ അങ്ങ് നടക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാന്ന് പറയാം. അനിക്ക് ആകെ ടെൻഷനായിട്ട് ഭ്രാന്തമായിട്ട് അനി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വിവാഹ ദിവസം എത്തുകയാണ്. വിവാഹ ദിവസം എല്ലാം റെഡി ആവുക. അപ്പോൾ നമ്മുടെ ജലജയ്ക്ക് ഭയങ്കരമായിട്ട് അസൂയ വരിക. ജലജയും അവന്തികയും അനിയും കൂടി അബിയും കൂടി സംസാരിക്കുക. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് അവന്തിക, കണ്ടില്ലേ ആ നവീൻ, അയാൾ എന്നെ വേണ്ടെന്ന് വെച്ചത് ആ നന്ദു കാരണമാണ്. അവൻ്റെ മനസ്സിൽ ആ നന്ദു ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. അനിയും എന്നെ വേണ്ടെന്ന് വെച്ചതേ ആ നന്ദു കാരണമാണ്. അവൻ്റെ മനസ്സിലും നന്ദു ആയിരുന്നു. അതുകൊണ്ടാണ് എന്നെ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ജലജ പറയാ, ഈ നന്ദു ആരാ? അപ്സരസോ? ഇവന്മാരുടെ എല്ലാം മനസ്സിൽ ഈ നന്ദു കയറി കൂടാനായിട്ട് അവള് ആ കനകയുടെ ഗോവിന്ദൻ്റെ മകള്, അവള് കാരണമാണ് നിൻ്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത്. എൻ്റെ മോളെ വിഷമിച്ച് അവൾ ഇനി സുഖിച്ച് ജീവിക്കാൻ പോവുക ആ നവീൻ്റെ കൂടെ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഗോവിന്ദനും കനകയ്ക്കും വലിയ കുടുംബത്തിൽ നിന്നുള്ള ആലോചന തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കണേ അവളുമാരുടെയൊക്കെ ഭാഗ്യം എന്ന് ജലജ പറയാം. അപ്പോൾ അബിയും പറയാം, ശരിയാ, എങ്ങനെ കളിച്ചാലും നവീനും ആ നന്ദുവായിട്ടുള്ള വിവാഹവും നടക്കരുത്, നന്ദുവും അനിയുമായിട്ടുള്ള വിവാഹവും നടക്കരുത്. അത് നമ്മുടെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതങ്ങ് ചെയ്യും. ജാനകിയെ കൂടി അങ്ങ് കൂട്ടുമെന്ന് പറയാം. എന്നിട്ട് ജാനകിയോടും ഇത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നവീൻ്റെ അമ്മയുണ്ടല്ലോ, അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ വിവാഹത്തിന്. ഒരു പോലീസുകാരി അഹങ്കാരിയാണ് അവളെന്ന് ബോധിപ്പിക്കണം. അതുപോലെ മാത്രമല്ല, ഇവിടെ അനിയുമായിട്ടും അവൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് നമ്മളങ്ങ് പറഞ്ഞു പരത്തും. അപ്പോഴേക്ക് ഈ വിവാഹം അങ്ങ് മുടങ്ങും. അങ്ങനെ കനകയുടെയും ഗോവിന്ദൻ്റെയും മക്കള് അവിടെ ഒരു കോടീശ്വരൻ്റെ കൂടെ ജീവിക്കാനൊന്നും പോകണ്ട. നവീനുമായിട്ടുള്ള ബന്ധം ആ കുടുംബത്തിന് ചേർന്നതല്ല. അത് ഈ ജലജ അങ്ങ് തകർക്കൂന്ന് പറയും. എന്നിട്ട് ജലജ എന്ന് ജാനകിയോട് ഈ കാര്യം സംസാരിക്കുകയാണേ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അവൾ എങ്ങനെയെങ്കിലും തലേന്നൊന്ന് ഒഴിഞ്ഞു പോട്ടെ, അനിയുടെ തലേന്ന് പോകുമല്ലോ, അവളെ ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന എനിക്ക് താല്പര്യമില്ല. നവീനുമായിട്ടെങ്കിൽ നവീനുമായിട്ട് അതങ്ങ് നടക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയാ, അതൊന്നും പറ്റില്ല, അവളെ അവിടെ പോയി സുഖമായിട്ട് ജീവിക്കരുത്. ഇപ്പം തന്നെ ആ കനകയുടെ അഹങ്കാരം കണ്ടില്ലേ, നയനയുടെ സ്വഭാവത്തിനും നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുടക്കാൻ ഞാൻ നോക്കൂന്ന് പറയാം.
അപ്പം ജാനകി പറയാം, നീ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ, ഞാൻ ഇതിനൊന്നിനുമില്ല, അനിയുടെ തലേന്ന് അവളൊന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി എനിക്ക് എന്ന് ജാനകിയും പറയാം. അങ്ങനെ എന്താന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മുടെ ജലജ തീരുമാനിക്കുകയാണ്. നവീൻ്റെ അമ്മ അല്ലേ തന്നെ ഇടഞ്ഞ് നിൽക്കുകയാണല്ലോ, നവീൻ നന്ദുവിനെ വിവാഹം കഴിക്കുന്ന ഒട്ടും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അതേസമയം അവർ നവീന് വേണ്ടിയിട്ട് ഒരു ഇളവ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കാമെന്ന് വിചാരിക്കുക. അവന്തികയുമായിട്ട് ചേർന്ന് ജലജ തയ്യാറാക്കുകയാണ് കേട്ടോ. ജലജ അവന്തികയോട് പറയാ, ഞാൻ അവളെ പോയി കാണാൻ പോവുകയാണ്, പഴയ എൻ്റെ ഒരു ഫ്രണ്ടാണ് നവീൻ്റെ അമ്മ, അവളോട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുമെന്ന് പറയാം. അങ്ങനെ ജലജ പോയി നവീൻ്റെ അമ്മയോട് പ്രത്യേകിച്ച് ഒരു കാരണം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിവാഹത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ വിളിച്ച് കൊണ്ടുപോവുക. എന്നിട്ട് സംസാരിക്കുക. അതെ, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളാരും ഒന്നും തെറ്റിദ്ധരിക്കരുതെന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അയ്യോ ജലജ പറഞ്ഞാൽ എന്ത് തെറ്റിദ്ധരിക്കാനാ, അനന്തപുരിക്കാരെയൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതല്ലേ എന്ന് പറയാം. അപ്പം അവർ തന്നെ പറയുക, എനിക്ക് ഈ വിവാഹത്തിന് യാതൊരു താല്പര്യമില്ലായിരുന്നു, എനിക്ക് പോലീസുകാരെയും വക്കീലുമാരെയും ഒന്നും എൻ്റെ മരുമകളായിട്ട് വരുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയതാ, അവൻ്റെ വിവാഹം താമസിച്ച് പോവല്ലേ അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ ആ പെണ്ണ് അവൾ ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ അനിയുമായിട്ട് അവൾക്ക് ഇഷ്ടമാണ്. അനിയും നന്ദുവും തമ്മിലുള്ള അവിഹിത ബന്ധം കാരണമാണ് ആ അനാമിക അവനെ ഇട്ടിട്ട് പോയത് തന്നെ. ഇപ്പോഴും അനി അവന്തികയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഈ നന്ദുവാ. അവർ തമ്മിൽ വേണ്ടാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നേ, അതിൻ്റെ ചില വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിലും ഉണ്ട്. അതൊക്കെ ഞാൻ വേണേൽ കാണിച്ചു തരാം, കാണണമെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങളുടെ മകന് അവളോട് താല്പര്യം ഉണ്ടായിരിക്കും, അവളൊരു ഭൂലോക രംഭ തന്നെയാണ്, ഈ ആൺകുട്ടികളെ എല്ലാം വളച്ചെടുക്കുക. അനി ഇപ്പം അവളില്ലാതെ ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞ് നിൽക്കുന്നു. നവീനും അതുപോലെ തന്നെ. ഇതിപ്പം നവീനെ വിവാഹം കഴിച്ചാലും ഇനി അവൾ അനിയുടെ കൂടെ പോയില്ല എന്ന് ആര് പറഞ്ഞു? അല്ല, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? നവീൻ ഒറ്റ മോനല്ലേ, ഇട്ട് മൂടാനുള്ള സ്വത്തുമുണ്ട്, വേറെ എത്ര നല്ല പെൺകുട്ടികളുടെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നവീൻ്റെ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ജലജ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുക. പിന്നെ സത്യം, ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാമെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ടോ, അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയാം. അപ്പം നവീൻ്റെ അമ്മയ്ക്ക് അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അവർ വീട്ടിൽ ചെല്ലുക, വീട്ടിൽ ചെന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി മുത്തശ്ശനോട് പറയാം, ഈ വിവാഹം നടക്കില്ല, നാളെ ഈ വിവാഹത്തിന് ഞാൻ വരില്ല എന്ന് പറയാം. അപ്പം നവീൻ ചോദിക്കുക, അതെന്താ അമ്മ ഇങ്ങനെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ, ഞാൻ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു, നിന്നോട് ചോദിക്കട്ടെ, അനിയാന്ന് അതും തമ്മിൽ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നവീൻ പറയുന്നുണ്ട്, അതവർ ഫ്രണ്ട്സ്, എന്ത് ഫ്രണ്ട്സ്, അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവരല്ലേടാന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയാം, അതെ, പക്ഷേ നന്ദുവിന് അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഇപ്പം അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിനക്ക് നാണമില്ലേടാ, അവൾ അവൻ്റെ പുറകെയാണ്, അവൻ അവളുടെയും പുറകെയാണെന്ന് നീ അറിഞ്ഞുകൊണ്ട് നീ പിന്നെ അവളെ കെട്ടാനായിട്ട് കെട്ടിക്കഴിഞ്ഞും അവൻ്റെ കൂടെ അവൾ പോവില്ല എന്ന് എന്താ ഉറപ്പ്? മാത്രമല്ല ആ അനാമിക അനിയായിട്ടുള്ള ജീവിതം തരാൻ കാരണം അവളാ. ആ ജലജ എൻ്റെ മുന്നിൽ വന്നിരുന്ന് ആ വീഡിയോസൊക്കെ കാണിച്ചപ്പോഴേ, ഇല്ല ഞാൻ വരില്ലേ കല്യാണത്തിന്, ഇത് നടക്കാൻ പാടില്ല, 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തെറ്റിപ്പിരിയുമെന്ന് പറയാം. അപ്പം മുത്തശ്ശനും പറയാം, അത് നേരാ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കാതിരിക്കുന്നതാണ് നല്ലത് മോനെ, വിവാഹം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സിലോട്ടൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ പറയാം. അപ്പോഴും നവീൻ സമ്മതിക്കുന്നില്ല, ഇന്ന് നാളെ രാവിലെ വിവാഹമല്ലേ, നാളെ നമ്മൾ അവിടെ ചെല്ലണ്ടേ മുഹൂർത്തത്തിനെന്ന് പറയുമ്പോൾ, ഇല്ല ചെല്ലുന്നില്ല, പോകുന്നില്ലെന്ന് പറയാണ് അമ്മ. നീ ഇനി ഇവിടെ നിന്ന് പോയാൽ ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുക. അപ്പോഴേക്കും നവീൻ അങ്ങ് അടങ്ങാണ്. രാവിലെ തന്നെ അവർ വിളിച്ച് പറയുക അങ്ങോട്ട്, ആദർശിനെ വിളിക്കുക. ഇവരെല്ലാം വിവാഹ മണ്ഡപത്തിൽ എല്ലാം ഒരുക്കി എല്ലാം റെഡിയായി എല്ലാവരും ഇരിക്കുമ്പോൾ അവർ വിളിച്ച് പറയുകയാണ്, ഇല്ല ഞങ്ങൾ വരില്ല, ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറയാം. അങ്ങനെ അങ്ങോട്ട് അവർ ചെല്ലാതിരിക്കുമ്പോഴേക്കും ആദർശം ഓർക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയി, നന്ദൂനിയൊക്കെ ഒരുക്കിക്കൊണ്ടിരുത്തി എല്ലാവരും അവിടെ ഉണ്ട്, എന്നിട്ട് വിവാഹ മുഹൂർത്തമാകുമ്പം പയ്യൻ വരികയല്ല, നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ് എന്നൊക്കെ വിചാരിക്കപ്പോൾ ആദർശം മനസ്സിലോർക്കുക, എന്തായാലും ഒരു കാര്യം ചെയ്തേക്കാം, അനിയെ കൊണ്ട് നന്ദൂനെ വിവാഹം കഴിപ്പിക്കാം, അവർ രണ്ടും ഒന്നിക്കേണ്ടവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആദർശം നേരെ അനിയെ വിളിച്ചുകൊണ്ട് വരാം. എടാ വന്നേടാ, ഇവിടെ വരാൻ പറയാം. അനി ചോദിക്കുക, എന്താ ആദർശേട്ടാ? അല്ല, നീ ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യണം, മണ്ഡപത്തിൽ മുഹൂർത്ത സമയത്ത് നീ വേണം നന്ദൂൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ പറയുന്നത്? നവീനല്ലേ വരേണ്ടത്, അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണോ? ഒരു പ്രശ്നവുമില്ല, നീ തന്നെ അവിടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറയാണ്. അങ്ങനെ മുഹൂർത്ത സമയത്ത് പയ്യനെ കാണാതെ എല്ലാവരും നോക്കിയിരിക്കുമ്പം അനിയെ കൊണ്ടുവന്ന് ആദർശം നിർത്തിയിട്ട് താലി കെട്ടാൻ പറയുക. അനിയാണെ താലിയും കിട്ടുക. ഒറ്റ നിമിഷം എല്ലാവരും സ്തംഭിച്ച് പോവുക. ഉടനെ തന്നെ ജാനകി എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അതേസമയം ദേവയാനി അവിടെയുണ്ട്. ദേവയാനി അന്നേരം പറയാം, എന്താ ആദർശ ഇത്, അനി എന്തിനാ വിവാഹം കഴിക്കുന്നത്, ഇതൊരു നാടകമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കനകയും ദേഷ്യപ്പെടുന്നുണ്ട്, എന്താ ഇത്, അനിയാണോ വിവാഹം കഴിക്കുന്നത്, ഈ കാണിച്ച എന്ത് തെറ്റാണ്, ഇനിയിപ്പം നവീൻ്റെ വീട്ടുകാർ വരുമ്പോൾ നമ്മൾ എന്ത് പറയും, പയ്യനും വരണ്ടേ, നിങ്ങൾ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞാൽ ആദർശിനെ എല്ലാവരും ചൂടെ നിന്ന് നയനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുക. അപ്പോൾ ആദർശ് കാര്യം പറയുന്നുണ്ട്, പയ്യൻ്റെ വീട്ടുകാർ വരികയില്ല, അനി നന്ദു ഒന്നിക്കണം എന്നുള്ളതായിരിക്കും ദൈവനിശ്ചയം, അതങ്ങ് നടന്നു, ആ നവീൻ്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്, മുഹൂർത്ത സമയത്ത് അതങ്ങ് നടക്കട്ടെ, അവരായിരിക്കും ഒന്നിക്കേണ്ടത് എന്ന് ആദർശ് പറയാം.
അപ്പം നയനയും പറയാം ശരിയാമേ എന്നാൽ അങ്ങനെയായിരിക്കും, അതിലൊരു തെറ്റുമില്ല എന്ന് പറയുമ്പം കനക പറയാ ഇനി എന്ത് ചെയ്യും? നന്ദുവിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് ചെല്ലുമ്പോൾ ജാനകി എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ? ജാനകി സമ്മതിക്കുമോ എന്ന് പറയാം. നയന പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം, അവരുടെ ഒന്നും കാര്യം ശ്രദ്ധിക്കാനൊന്നും പോകണ്ട, അനിയും നന്ദുവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയാം. എന്നിട്ട് നന്ദുവിനെ അനിയൻ കൊണ്ട് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം നന്ദുവായിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് ജാനകിയും ജലജയൊക്കെ അറിയാൻ ഞെട്ടിപ്പോവുക. അവിടെ ആകെ മൊത്തം ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വന്നു കയറുന്നത് നന്ദുവായിട്ട്. ജാനകി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ജാനകി എന്നിട്ട് ചോദിക്കുക എന്താ ഇത്? എടാ അനി, നീ എന്താ കാണിച്ചത്? നീ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നോ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അതെ, ഞാൻ വിവാഹം കഴിച്ചു നന്ദുവിനെ, നന്ദുവും ഞാനും ഒന്നിച്ച് ഇവിടെ താമസിക്കുമെന്ന് പറയാം. ഇല്ല, ഈ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മരുമോളായിട്ട് ഇവളെ ഞാൻ ഇങ്ങോട്ട് കയറ്റുകയല്ല. എടാ അനി, ഞാൻ ഇപ്പം കയറി കെട്ടിത്തൊങ്ങിച്ചാകും എന്ന് ജാനകി ആ പഴയ ഡയലോഗ് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഉടനെ നയന പറയാ അത് ഇളയമ്മ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ ഇളയമ്മ മരിച്ചാലും ശരി അനിയും നന്ദു ഒന്നിച്ച് ഇവിടെ താമസിക്കും, അതായിരിക്കും ദൈവനിശ്ചയം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കരഞ്ഞി തിരിച്ചൊന്നും വരില്ലല്ലോ. പിന്നെ ഇളയമ്മ എപ്പോഴും ഈ ഭീഷണി മുഴക്കേണ്ട കാര്യമൊന്നുമില്ല, അവരൊന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് അവിടെ അങ്ങ് പറയാം. അങ്ങനെ നയനെ ആ നന്മനോരം ഇമേജൊക്കെ മാറ്റി തുടങ്ങി. സീരിയൽ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എപ്പിസോഡ് വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക്